ദൈവാസനത്തിൽ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായി നല്ല പകലിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ ആരാധന ഇതുവരെയും അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ വായിച്ച സങ്കീർത്തന ഭാഗത്തിനായി സ്തുതിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ തിരുവഴുത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. അടിയനെയും ജനത്തെയും അങ്ങയുടെ ബലമുള്ള കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവ ശബ്ദം കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് പ്രത്യാശയോടെ മടങ്ങുവാൻ കർത്താവ് സഹായിക്കണം. പരിശുദ്ധാത്മാവ് നയിക്കണം. പുത്രന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിരുനാമം ഈ പരിശുദ്ധ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വിശുദ്ധ ആരാധനയുടെ ദിവസം നമ്മുടെ കർത്താവും രക്ഷിതാവുമായവനെ വീണ്ടും ചേർന്ന് ആത്മാവിന്റെ സത്യത്തിലും ആരാധിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്നതായ വിലപ്പെട്ട അവസരങ്ങൾക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിന് ശേഷം പ്രാർത്ഥനയോടും ഏറിയ പ്രത്യാശയോടും കൂടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഒരുമിച്ചിരിപ്പാൻ കർത്താവ് നമുക്ക് അവസരം തന്നു. നമ്മയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം അനുഗ്രഹിച്ചു. ദൈവശബ്ദം കേൾക്കുവാൻ, ആത്മാവിൽ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഒക്കെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ എല്ലാ സാവകാശത്തിനുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ വളരെ പ്രാർത്ഥനയോടും പ്രത്യാശയോടും കൂടെ ദൈവത്തിന്റെ പാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. സ്തോത്രം. നാം വായിച്ചതായ 49 സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഈ പകൽക്കാലം നമുക്ക് തിരിക്കാം. വിശുദ്ധ ആമേഖല വേദപുസ്തകത്തിന്റെ 49 സങ്കീർത്തനം കോരകപുത്രന്മാരുടെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പാട്ടാണ്. ഈ 49 സങ്കീർത്തനത്തിലെ ഓരോ വാക്യങ്ങളും നമ്മൾ ഗൗരവമായി പരിശോധിച്ചാൽ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന, നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ നാളുകളെ കുറിച്ച് നമ്മെ ഓർക്കുവാൻ, ബോധവാന്മാരാക്കുവാൻ, ദൈവകൃപയിൽ ആശ്രയിക്കുവാൻ നമ്മെ ബലപ്പെടുത്തുന്ന ഒട്ടനവധി തിരുവെഴുത്തുകളാണ് ഈ സങ്കീർത്തന ഭാഗത്തിലുള്ളത്. സമയത്തിന്റെ പരിമിതി നമ്മൾ ഉള്ളതുകൊണ്ട് എല്ലാ വാക്യങ്ങളിൽ നിന്നും ഉച്ചരിക്കാതെ ഒരു ചെറിയ ആത്മീക ചിന്ത ഇതിൽ നിന്ന് നിങ്ങളോട് പറഞ്ഞിരിക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥയിലായിരിക്കുമ്പോൾ അതിന്റെ 7 മുതലുള്ള തിരുവെടുത്ത ഒരാൾക്ക് ദൈവസ്ഥനെ ശബ്ദം ഉയർത്തുവായി. കോരകപുത്രന്മാർ പാടുകയാണ്, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ ആ മേഖല ആർക്കും കഴിയുകയില്ല. കാരണം അവന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അതൊരു നാളും സാധിക്കുകയില്ല. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആദ്യ താളുകൾ മുതൽ അവസാനം വരെയും നീണ്ടുകിടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് വീണ്ടെടുപ്പ് എന്നുള്ളത്. സ്തോത്രം. എന്താ വീണ്ടെടുപ്പ് എന്ന് ചോദിച്ചാൽ, നഷ്ടപ്പെട്ടു പോയതിനെ മറുവില നൽകി തിരികെ നേടുന്നതിന് പറയുന്ന പേരാണ് വീണ്ടെടുപ്പ്. ദൈവത്തിങ്കൽ നിന്ന് പാപനിമിത്തം മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയി. ആ മനുഷ്യനെ ദൈവത്തിങ്കലേക്ക് തിരിച്ചു നേടേണ്ടതില്ല. തന്റെ പുത്രനായിരിക്കുന്നവൻ തന്റെ വിലയേറിയ രക്തം മറുവിലയായി നൽകി വീണ്ടെടുത്ത പ്രക്രിയയാണ് വിശുദ്ധ ബൈബിൾ വീണ്ടെടുപ്പ് എന്നർത്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നാം വായിച്ച ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു, കോരകപുത്രന്മാർ ആ മേഖല ആത്മാവിൽ പറയുകയാ, മനുഷ്യന്റെ വീണ്ടെടുപ്പ് ഒരു നാളും സാധിക്കത്തില്ല. അവൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന്റെ പ്രാണനെ വീണ്ടെടുക്കാൻ ആർക്കും കഴിയുകയില്ല. പുറപ്പാട് പുസ്തകം 30-12 വാക്യം വായിച്ചാൽ നമുക്കറിയാം, മരുഭൂമിയിൽ സഞ്ചരിച്ചു വരുന്ന ഇസ്രായേലിനെ ആ മേഖല എണ്ണമെടുക്കുമ്പോൾ അവർക്ക് ബാധ ഉണ്ടാകാതിരിക്കാൻ യഹോവ മോശെ നിമിത്തം പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ വീണ്ടെടുപ്പ് വിലയായി 1/2 ശേക്കൽ വെള്ളി എന്ത് ചെയ്യണം? കൊണ്ടുവരണം. സ്തോത്രം. ധനവാനും 1/2 ശേക്കൽ കൊണ്ടുവരണം, ദരിദ്രനും 1/2 ശേക്കൽ കൊണ്ടുവരണം. എന്താ അങ്ങനെ പറയാൻ കാരണം? കുറച്ച് കാശുള്ളത് കൊണ്ട് ദരിദ്രനെ അധികം വിടാൻ ദൈവം പറഞ്ഞില്ല. സ്തോത്രം. എല്ലാവരുടെയും പ്രാണന് ദൈവം തുല്യ വില നൽകിയിരിക്കുന്നു
എല്ലാ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. ബാധയേൽക്കാതിരിക്കാൻ 1 ശേക്കെൽ വെള്ളി അവർ വീണ്ടെടുപ്പ് വിലയായി നൽകി. പക്ഷെ പിന്നീട് നാം ചരിത്രം ഇങ്ങോട്ട് പഠിച്ചു വന്നാൽ മരുഭൂമി യാത്രയിൽ വീണ്ടെടുപ്പ് വില കൊടുത്തവരൊക്കെ മരണത്തിന് മുമ്പിൽ എന്ത് ചെയ്തു? കീഴടങ്ങി ജീവിതം അവസാനിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ പ്രത്യാശയോടെ ഇറങ്ങിയ അനേകായിരങ്ങൾ മരുഭൂമി യാത്രയിൽ മരിച്ച് അവസാനിച്ചു. ഓരോ പുത്രന്മാർ ഈ ചരിത്രമൊക്കെ കണ്ട് ഈ സംഭവമൊക്കെ കണ്ടിട്ട് അവർ പറയുകയാണ്, അവരെ ശവക്കുഴിയിൽ എത്താതെ എന്നേക്കും അവർ ജീവിച്ചിരിക്കേണ്ടതിന് അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പിന് വേണ്ടി വില കൊടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. സ്തോത്രം. വിശുദ്ധ ബൈബിളിലെ ഏറ്റവും പ്രാധാന്യമുള്ള ചിന്തയാണ് മരണം എന്നുള്ളത്. സ്തോത്രം. നമുക്ക് കേട്ടാൽ ഭയമായിരിക്കാം, പക്ഷേ ഭക്തന്മാർക്ക് അത് പ്രത്യാശയാണ്. സ്തോത്രം. മരണത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നത് വിശേഷാൽ 3 വിധ മരണത്തെക്കുറിച്ച് വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്ന് ആത്മീക മരണമാണ്. എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവൻ ദൈവത്തോടുള്ള ബന്ധം മനുഷ്യൻ എന്ന് നഷ്ടമായോ അവന്റെ ഉള്ളിൽ ആത്മീക മരണം സംഭവിച്ചു. സ്തോത്രം. രണ്ടാമത്തെ മരണമാണ് ശാരീരിക മരണം. സഹോദരൻ അല്ലെങ്കിൽ മനുഷ്യൻ ശവക്കുഴിയിലേക്ക് പോകുന്ന അവസ്ഥ. മൂന്നാമത്തെ മരണം വിശുദ്ധ ബൈബിളിൽ 2ാം മരണം എന്നാണ് പറയുന്നത്. മരണമാണ് നിത്യമരണം. ദൈവത്തിങ്കൽ നിന്ന് എന്നേക്കും വേർപെട്ട് മനുഷ്യൻ നരകത്തിൽ കഴിയേണ്ട അവസ്ഥ. മരണത്തിന് ഏറ്റവും ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഒരു പദമാണ്, വിശദീകരിക്കാൻ പറ്റിയ പദമാണ് വേർപാട്. നമുക്കറിയാം മരണത്തിന് ഒത്തിരി പദങ്ങളുണ്ട്, അതിൽ ഏറ്റവും നല്ലൊരു പദമാണ് വേർപാട്. ഈ വേർപാട് എന്ന പദത്തോട് ചേർത്ത് ചിന്തിച്ചാൽ ദൈവ സാന്നിധ്യം മനുഷ്യനിൽ വേർപെട്ടു പോയപ്പോൾ അവൻ ആത്മീകമായി മരിച്ചു. സ്തോത്രം. ശരീരത്തിൽ പ്രാണൻ വേർപെട്ടു പോകുമ്പോൾ അവന് ശാരീരിക മരണം സംഭവിക്കുന്നു. അവന്റെ ഉള്ളിൽ നിന്ന് ആത്മാവ് എന്നേക്കും അല്ലെങ്കിൽ ദൈവത്തിങ്കൽ നിന്ന് എന്നേക്കുമായ ആത്മാവ് വേർപെട്ടു പോകുമ്പോൾ അവൻ നിത്യമരണം 2ാം മരണത്തിൽ ചെല്ലുകയാണ്. സ്തോത്രം. ഓരോ പുത്രന്മാർ പറഞ്ഞതേതാ? ശവക്കുഴിയിലേക്ക് പോകുന്ന മരണമാണ്. ബൈബിൾ വായിച്ചാൽ ഖേബർ എന്ന് പറയുന്ന ശവക്കുഴിയിലേക്കുള്ള മരണത്തെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. മറ്റൊന്ന് ഷിയോൾ എന്ന് പറയുന്ന അധമ പാതാളത്തിലേക്ക് പോകുന്ന നിത്യമരണത്തെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. ഈ മരണത്തിൽ നിന്ന് മനുഷ്യൻ പെട്ടുപോകാതെ അവൻ എന്നേക്കും ജീവനോടിരിക്കേണ്ടതിന് അവനെ രക്ഷിപ്പാൻ ആർക്കും കഴിയത്തില്ലെന്ന് കോരപുത്രന്മാർ പറഞ്ഞത് തങ്ങളുടെ ജീവിതയാത്രയിൽ കണ്ടതെല്ലാം തങ്ങളുടെ കൂടപ്പിറപ്പുകൾ മരിച്ചു വീഴുന്നതാണ്. തങ്ങളുടെ കൂടെ വാഗ്ദത്ത നാട്ടിലേക്ക് യാത്ര ചെയ്തിറങ്ങിയ അനേകർ മരിച്ചു വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. 90 സങ്കീർത്തനം മോശ പാടുന്നത് സ്വന്തം സഹോദരനായിരിക്കുന്ന അഹരോന്റെ വേർപാടിൽ പാടിയതാ. അവിടെ പറയുന്നുണ്ടല്ലോ, ഒരു മനുഷ്യന്റെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. കണ്ടോ, മനുഷ്യന്റെ പ്രായത്തിന് ദൈവം ചില അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചിരിക്കുന്നു. അനേകർ വീണുകൊണ്ടിരിക്കുകയാണ്. എന്നേക്കും ജീവനോടിരിക്കുന്ന ആരെയും കാണാൻ കഴിയാതിരിക്കുമ്പോൾ ഓരോരുത്തരന്മാർ പറയുക, ഇവരെ ഒന്ന് ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കാൻ ആർക്കേലും അവരെ വീണ്ടെടുക്കാൻ കഴിയുമോ? ആർക്കും കഴിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോളെ. ഹല്ലേലൂയ. ഓരോരുത്തരന്മാർ ഇങ്ങനെ എഴുതി, അവരുടെ വീണ്ടെടുപ്പ് ഒരു നാളും സാധിക്കത്തില്ല. അവരെഴുതി ഉറപ്പിച്ചു വെച്ചു. മനുഷ്യനെ വീണ്ടെടുക്കാൻ ഒരു നാളും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, മത്തായി 16:26 ഇങ്ങനെ വായിക്കുക, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവനെന്ത് പ്രയോജനം? അർത്ഥം, ഒരു മനുഷ്യന്റെ ജീവന് ദൈവം കൊടുത്തിരിക്കുന്ന വില സകല ലോകത്തെക്കാളും വിലയാണ്. അപ്പൊ സർവ്വലോകത്തെക്കാളും വിലയുള്ള മനുഷ്യന്റെ ജീവന് ഈ ലോകത്തിലുള്ള വെള്ളിയും പൊന്നും കൊണ്ട് വീണ്ടെടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവനെ വീണ്ടെടുക്കാൻ ഈ ലോകത്തിൽ മറുവില കൊടുക്കുവാൻ ഒരു വസ്തുവും ഇല്ലാതിരിക്കൊണ്ടാണ് മനുഷ്യൻ മരിച്ചു നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എഗസ്കേൽ പറയുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മനുഷ്യന്റെ ജീവിതത്തിൽ പാപം പ്രവേശിച്ച നാൾ മുതൽ പാപം മനുഷ്യനെ മരണത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവനെ അതിൽ നിന്ന് വീണ്ടെടുക്കാൻ ഇവന്റെ മൂല്യത്തിനൊത്ത മറുവില കൊടുക്കണം. അത് ഈ ലോകത്തിൽ ഒരു വസ്തുവും ഇല്ലാതിരിക്കൊണ്ട് മനുഷ്യൻ ശവക്കുഴിയിലേക്കും
അതിനപ്പുറം പാതാളത്തിലേക്കും പോകുക. യാക്കോബ് ഒരിക്കൽ പാടിയല്ലോ, നിങ്ങൾ ദുഃഖത്തോടെ എന്റെ നരയെ പാതാളത്തിലേക്ക് ഇറക്കും. അവൻ അബ്രഹാമിന്റെ മടിത്തട്ട് യഹൂദന്മാർ പേര് വിളിച്ച ആ പാതാള പർദീസയിൽ പഴയ നിയമ വിശുദ്ധന്മാർ പോയിക്കൊണ്ടിരുന്ന കാലത്ത് യാക്കോബ് പറഞ്ഞത്, നിങ്ങൾ ദുഃഖത്തോടെ എന്റെ നരയെ പാതാളത്തിലേക്ക് ഇറക്കും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ, ഇവിടെ പോകാതെ അവർ വീണ്ടും ജീവിച്ചെന്നേക്ക് ഇരിക്കാൻ ഒരു സാധ്യതയും കോരക കാണാത്തത് കൊണ്ടാണ് കൃത്യമായി പറഞ്ഞത്, അവനെ വീണ്ടെടുക്കാൻ കഴിയത്തില്ല, അവന് വീണ്ടെടുപ്പുകൾ കൊടുക്കാൻ കഴിയത്തില്ല, അതൊരു നാളും സാധിക്കുകയില്ല. സ്തോത്രം. അപ്പൊ പഴയ നിയമം അങ്ങനെ ഉറപ്പിച്ചു പറയുമ്പോൾ നമ്മുടെ പ്രത്യാശ കിടക്കുന്ന വാക്യം നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ. എബ്രായർ 9-11 വാക്യം. ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി പലപ്പോഴും ഇതുമേറിയാലും കൂടാരത്തിൽ കൂടി ആളുകളുമാരെയും ഭക്ഷണരാക്കുകയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധമന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. സ്തോത്രം. ക്രിസ്തുവോ വരുവാനുള്ള നന്മയുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിലേക്ക് പ്രവേശിച്ചു. എങ്ങനെയാ പ്രവേശിച്ചെന്നറിയണ്ടേ? ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. സ്തോത്രം. പഴയ നിയമം നമുക്കറിയാം, മനുഷ്യനെ പാപം മരണത്തിലേക്കും നിത്യനാശത്തിലേക്കും കൊണ്ടുപോകുമ്പോൾ അവരെ അതിൽ നിന്ന് മോചനം നൽകേണ്ടതിന്റെ ഒരു മാർഗം അവർ യാഗം കഴിക്കുക എന്നുള്ളതാണ്. പക്ഷേ യാഗം കൊണ്ട്, ആട്ടുകൊറ്റന്മാരുടെ പശുക്കിടാക്കളുടെ രക്തം കൊണ്ട് മനുഷ്യന് സൽഗുണപൂർത്തി വരുത്താൻ കഴിഞ്ഞില്ല, അവന് പൂർണ്ണ പാപപരിഹാരം വരുത്താൻ കഴിഞ്ഞില്ല. സ്തോത്രം. അങ്ങനെ യാഗങ്ങൾ കൊണ്ട് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയാതിരുന്നപ്പോൾ ഇതാ കാലസമ്പൂർണതയെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ ഈ താണലോകത്തിൽ അവതാരം ചെയ്തു. അവന്റെ പേരാ നസറേനാകുന്ന യേശു. ആ യേശു മനുഷ്യന്റെ പാപത്തെ അവരുടെ ശിരസിലേറ്റെടുത്തുകൊണ്ട് കാൽവറിയുടെ ക്രൂശിൽ മരിച്ചു. ആ മരണം പഴയ നിയമപ്രകാരം നാം ചേർത്ത് വായിച്ചാൽ ഒന്നറിയാം. ആ മേഖല പ്രാകാരത്തിൽ വെച്ചൊരു ആട്ടുകൊച്ചനെ അറുത്ത് അതിന്റെ രക്തത്താൽ അവൻ മഹാപുരോഹിതൻ, അവൻ വിശുദ്ധ സ്ഥലം കഴിഞ്ഞു. അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചിട്ട് യാഗരക്തം ആ മേഖലയിൽ കൃപാസനത്തിലും അതിന്റെ ചുവട്ടിലും തളിക്കാറുണ്ട്. അവൻ ഈ രക്തത്താൽ ആ മേഖല മനുഷ്യന്റെ പാപത്തിന് താൽക്കാലിക പരിഹാരം. അതാണ് പഴയ നിയമത്തിന്റെ പഠനം. സ്തോത്രം. അതുകൊണ്ട് പൂർണ്ണത വന്നില്ല, പക്ഷേ താൽക്കാലികമായി അവന്റെ പാപത്തെ ദൈവം ക്ഷമിച്ചു. പാപത്തിൽ നിന്നവർക്ക് പുറത്തു വരാൻ കഴിഞ്ഞില്ല. അങ്ങനെ 1000 ആട്ടുകൊറ്റന്മാരുടെ രക്തം ഒഴുക്കിയിട്ടും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരാതെ പാപം അവരെ നിത്യമരണത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ യേശു നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിപ്പാനിടയായി തീർന്നു. അവൻ തന്നെ സാക്ഷാൽ മഹാപുരോഹിതനും അവൻ തന്നെ സാക്ഷാൽ യാഗമൃഗവുമാകൊണ്ട് പഴയ നിയമത്തിൽ ഒരാടിനെ അറുത്തും പുരോഹിതൻ രക്തമായി പ്രവേശിക്കുന്നെങ്കിൽ പുതിയ നിയമത്തിൽ യേശു തന്നെ യാഗമായിട്ട് തന്റെ രക്തം കൊണ്ട് അവ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത ഒരു നിത്യകൂടാരത്തിലേക്ക് പ്രവേശിച്ചു. നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു വലിയ വകയാണ് പറയുന്നത്. കോരക പറഞ്ഞു, മനുഷ്യന്റെ വീണ്ടെടുപ്പ് ഒരു നാളും സാധിക്കത്തില്ല, അവന് മറുവില കൊടുക്കാൻ ആർക്കും കഴിയത്തില്ലെന്ന് അവൻ എഴുതി വെച്ചപ്പോൾ എന്റെ യേശു നിത്യകൂടാരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. സ്തോത്രം. ആ വാക്യം വാസ്തവത്തിൽ പഴയ നിയമത്തിന്റെ ഈ സന്ദേശത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന വചനമാ. എന്ന് പറഞ്ഞാൽ അവൻ കോരക നടക്കത്തില്ലെന്ന് പറഞ്ഞതിന് നടത്തിയവനെയാണ് ഇന്ന് വക നമ്മൾ ആരാധിക്കുന്നത്. ഒരു നാളും കഴിയത്തില്ലെന്ന് അവൻ പറഞ്ഞപ്പോൾ യേശു വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ആ മേഖല വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. പഴയ നിയമം പറയുന്ന വീണ്ടെടുപ്പ് നടക്കത്തില്ല, വില കൊടുക്കാൻ കഴിയത്തില്ലെന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ യേശു എന്ത് ചെയ്യുക?
എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിക്കുവാനിടയായി തീർന്നു. ഒരാത്മീക ദൂത് ഇന്ന് പകൽക്കാലം നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാനത്തെ ദിവസമാണല്ലോ. ഈ സന്ദേശത്തിൽ കൂടെ നിങ്ങളോട് പറഞ്ഞ് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ആരെങ്കിലും എന്തെങ്കിലും നിന്റെ ജീവിതത്തെ നോക്കി നടക്കത്തില്ലെന്ന് പറയുന്നതിലല്ല നമ്മുടെ വിശ്വാസം ഇരിക്കുന്നത്. നിന്റെ തലമുറ രക്ഷപ്പെടത്തില്ലെന്ന് അവർ പറയുന്നതിലല്ല നമ്മുടെ ചിന്ത ഇരിക്കുന്നത്. നിന്റെ കുടുംബം ഗതിപിടിക്കത്തില്ലെന്ന് ആരെങ്കിലും പറയുന്നത് കേട്ട് നിരാശരായി പോകുന്നവരല്ല. ലോകം നടക്കത്തില്ലെന്ന് പറയുന്നതിനെ നടത്തി തരുവാൻ കഴിവുള്ളൊരു ദൈവം അവർ ഇന്ന് വരെ നമ്മുടെ മധ്യത്തിലുണ്ട്. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവർ കരമുയർത്തിയ ദൈവത്തിന് ഇന്ന് വരെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ലോകം എന്തും പറയട്ടെ, ശത്രു എന്തും പറയട്ടെ, പരിഹാസികൾ എന്തു വിധിയും നിങ്ങളുടെ മേൽ കൽപ്പിക്കട്ടെ. എന്റെ പ്രത്യാശ ഇരിക്കുന്നത്, നിങ്ങളുടെ പ്രത്യാശ ഇരിക്കുന്നത് ഒരു നാളും നടക്കത്തില്ലെന്ന് പറഞ്ഞതിന് എന്നത്തേക്കുമായി സാധിപ്പിച്ച ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്തിനകത്ത് ഈ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഓർമ്മിക്കാം. അവൻ അസാധ്യമെന്ന് ലോകം പറയുന്നത്, നിന്റെ ജീവിതത്തിൽ നടക്കത്തില്ലെന്ന് പറയുന്നത്, നീ രക്ഷപ്പെടുകയില്ലെന്ന് പറയുന്നത്, നിന്റെ കുടുംബം ഉയരത്തില്ലെന്ന് പറയുന്നത് എന്തുമായി പറയട്ടെ, എത്ര ഗുണത്തുണ്ട് എന്റെ യേശു നിമിത്തം എനിക്കതിനൊരു വിജയമുണ്ട്. ഇന്ന് പകൽ നിങ്ങളെ കേൾക്കുന്ന ദൈവജനത്തോട് ഓർമ്മിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ലോകം പറയുന്ന വിധികളെ മാറ്റി എഴുതാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അവനിലാണ് നമ്മുടെ പ്രത്യാശ. ഇന്ന് പകലിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സകല ആളുകളോട് ഓർപ്പിക്കാം, അവൻ യേശുവിലുള്ള പ്രത്യാശ അത് നമുക്ക് നിത്യ പ്രത്യാശയാണ്. അത് താൽക്കാലിക പ്രത്യാശയില്ല, അവസാനത്തോളം നിലനിൽക്കുന്ന യേശുവിലുള്ള പ്രത്യാശയത്രേ നാം അനുഭവിക്കുന്നത്. യേശുവിനും ഏകദേശം 1000 ആണ്ടുകൾക്കപ്പുറം ജീവിച്ചതായ ഗോരപുത്രന്മാർ വീണ്ടെടുപ്പ് ഒരു നാളും സാധിക്കത്തില്ലെന്നവർ എഴുതിയെങ്കിലും എന്നേക്കും അതിനെ സാധിപ്പിച്ച ഒരു കർത്താവ് നമ്മുടെ കൂടെ. ഇന്നലെ നമ്മളൊന്ന് ചിന്തിച്ചേ, ഹല്ലേലൂയ, യേശു നമുക്ക് വേണ്ടി ചെയ്ത ആ വലിയ പ്രവൃത്തി, വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി എത്ര വലിയതാണ്. ഞാൻ ഈ പകൽ ഓർമ്മിക്കാം, സ്തോത്രം, നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതത്തിന്റെ ക്രിസ്തുവിനുള്ള ബന്ധത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ ഉണ്ടാകേണ്ടത് നമുക്കൊരു നല്ല ജോലി കിട്ടിയത് കൊണ്ടല്ല, നമുക്കൊരു നല്ല വീട് കിട്ടിയത് കൊണ്ടല്ല, നമുക്കൊരു നല്ല വണ്ടി കിട്ടിയത് കൊണ്ടല്ല. ഇതൊക്കെ ചിലപ്പോൾ കഴിഞ്ഞ നാളുകളിൽ നാം പ്രാർത്ഥിച്ചതാണ്, അതാ ദൈവം ഈ നാളുകളിൽ തന്നത്. പക്ഷെ അതല്ല നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തിന്റെ ആധാരം. നിത്യ നരകത്തിൽ ഒരിക്കലും നീ രക്ഷപ്പെടത്തില്ലെന്ന് വിധിയെഴുതിയ ഇടത്തുനിന്ന് അവൻ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് നൽകിയതാണ് എന്റെ ജീവിതത്തിൽ എന്റെ ദൈവത്തോടുള്ള ഏറ്റവും വലിയ ബന്ധം. സ്തോത്രം. ആ ബന്ധത്തിന്റെ ആധാരത്തിൽ വേണം നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കാൻ. അവനെ ലോകത്തിന്റെ ഒരു ശക്തിക്കും മറിച്ചു കളയാൻ കഴിയത്തില്ല. അവന്റെ വിശ്വാസത്തെ ലോകത്തിന്റെ ഓരോ ഹല്ലേലൂയ പ്രതിസന്ധികൾക്ക് തകർത്ത് കളയാൻ കഴിയത്തില്ല. കാരണം എന്നെ വീണ്ടെടുക്ക, എനിക്ക് എന്നേക്കും വീണ്ടെടുപ്പ് സാധിപ്പിച്ച ഒരു ദൈവപുത്രങ്കലാണ് എന്റെ പ്രത്യാശ. സ്തോത്രം. ഒരിക്കൽ യേശുവിന്റെ അടുക്കൽ ഒരു പള്ളിപ്രമാണി വന്ന് വീണു. പള്ളിപ്രമാണി വന്ന് വീഴുക എന്ന് പറഞ്ഞാൽ പുതിയ നിയമം വായിച്ച നമുക്ക് കൃത്യമായിട്ടും അറിയാം, യേശുവിനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവനെ പള്ളിഭ്രഷ്ടരാക്കണം. അപ്പോ ഒരു പള്ളിപ്രമാണി യേശുവിന്റെ കാൽച്ചുവട്ടിൽ വന്ന് കുമ്പിട്ട് വീണു. അവൻ എന്താ പറഞ്ഞത്? എന്റെ മകൾ 12 വയസ്സുള്ള യായിറോസിന്റെ മകൾ രോഗബാധിതയാണ്, ഒന്ന് വേഗത്തിൽ വന്ന് അവളിൽ നിന്ന് സൗഖ്യമാക്കി. യേശു യായിറോസിന്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. നിങ്ങള് ആ ഭാഗം നമ്മളൊന്ന് ഇമാജിൻ ചെയ്താൽ അറിയാം. യഹൂദ ഗണങ്ങൾ ചുറ്റും നിൽക്കുമ്പോൾ അവിടെ പ്രമാണി കാൽച്ചുവട്ടി വീട് കിടക്കുകയാണ്. യേശുവിന്റെ കാൽച്ചുവട്ടി. പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ വേറെ വല്ലതും വേണം. സ്തോത്രം. പക്ഷെ അവന്റെ ഒറ്റ ചിന്തയേ ഉള്ളൂ, എന്റെ കുഞ്ഞെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടും. അതുകൊണ്ട് മറ്റേ പ്രതിസന്ധികളെ ഒന്നും അവൻ നോക്കിയില്ല, യേശുവിനോട് അപേക്ഷിച്ചു. യേശു അവന്റെ വീട്ടിലേക്ക് പോകുന്ന ആ യാത്രയിലാണ് വേറൊരുത്തി വന്ന്, ഒരു സഹോദരി വന്ന് എന്ത് ചെയ്ത്, ആരും അറിയാതെ വസ്ത്രത്തേക്ക് തൊട്ടത്. പിന്നെ അവിടെ കുറച്ച് സമയമുണ്ട്, ആരാ എന്നെ തൊട്ടത്? കർത്താവ് ചോദിക്കുന്നില്ലേ? ആ യാത്രയിൽ 20 നിമിഷം ഒരു ഡിലേ വന്നു. സ്തോത്രം.
അപ്പോ വേണ്ടേ ഈ സൗഖ്യമൊക്കെ കണ്ട് ആ ദൈവത്തിന് മഹത്വം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരാള് പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് വന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇനി ഗുരുവിനെ എന്ത് ചെയ്യണ്ട, പ്രയാസപ്പെടുത്തേണ്ട. എന്താ കാരണം? ഗുരു മരിച്ചു. നീ വീണതും നിലവിളിച്ചതും കരഞ്ഞതുമൊക്കെ വെറുതെയായി പോയി. ഇനി ഗുരുവിന്റെ വഴിക്ക് വിട്ടേര്. നമ്മുടെ കുഞ്ഞു പോയി. സ്തോത്ര ഹല്ലേലൂയ. സാധ്യത ഒന്നുമില്ല എന്ന് പറയുന്ന ആവേഹല ചില വാക്കുകൾ നമ്മുടെ കാതുകളിൽ മുഴങ്ങാൻ ആവേഹല ചില സമയങ്ങളിൽ ഏറെ സാധ്യതയാണ്. സ്തോത്രം. പ്രത്യാശിക്കാൻ ഒത്തിരി വകയുണ്ടെങ്കിലും നടക്കത്തില്ലെന്നുള്ള ചില വാക്കുകൾ ഒരു വലിയ ക്രൂരമ്പ് പോലെ നമ്മുടെ ഹൃദയത്തിൽ തറച്ചിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ യേശു പറഞ്ഞ എന്താണെന്നറിയാമോ? നീ അത് കാര്യമാക്കണ്ട. നടക്കത്തില്ലെന്ന് ചിലര് പറയും. നിന്നോട് പറയുന്നത് ഇന്ന് കർത്താവാ. ആ മേഖല ലോകം പറയും അത് നിന്റെ ജീവിതത്തിൽ നടക്കുകയില്ല. ലോകം പറയും നീ രക്ഷപ്പെടുകയില്ല. നീ കരഞ്ഞതിനും നീ പ്രാർത്ഥിച്ചതിനും കാലിൽ വീണതിനും പരസ്യമായി അവന്റെ മുമ്പിൽ സമർപ്പിച്ചതിനുമൊന്നും ഒരു പരിഹാരം ഉണ്ടാകത്തില്ലെന്ന് ലോകം പറയും. പക്ഷെ ഇന്ന് മകൻ നീ കേൾക്കേണ്ടത് യേശു നിന്നോട് എന്താ പറയുന്നത്? മറ്റുള്ളവർ പറയും പ്രാർത്ഥിച്ചിട്ടൊന്നും ഇനി കാര്യമില്ല, പള്ളിയിൽ പോയിട്ടിന് കാര്യമില്ല, ഈ ദൈവത്തെ വിളിച്ചിട്ട് യാതൊരു രക്ഷയുമില്ല. പക്ഷെ ഇന്ന് പകൽ നമ്മൾ കേൾക്കുന്നത് നസ്രായം പറയുന്ന വാക്കാ. നിങ്ങളത് കാര്യമാക്കേണ്ട. ഓരോ പറഞ്ഞ് വീണ്ടെടുപ്പ് ഒരു നാൾ നടക്കത്തില്ല. നടത്തി കൊടുത്ത ഒരുവരിവിടെ നിൽക്കുകയാ. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ജീവിതത്തിലെ കല്ലിലെ നാളുകളായി അത് കരയുകയും മല്ലിടുകയും പ്രാർത്ഥനയിൽ പോരാടുകയും ചെയ്തിട്ടും വാഗ്ദത്തങ്ങളുടെ നിവർത്തികൾ കാണാതെ നാം നിരാശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ ലോകത്തെ നോക്കണ്ട, മനുഷ്യന്റെ വാക്കിനെ നോക്കണ്ട, പിശാചിന്റെ തന്ത്രങ്ങളെ നോക്കണ്ട, അത് കാര്യമാക്കണ്ട എന്ന് നിന്നോട് പറയുന്ന ഒരു ദൈവമുണ്ട്. ആ വിഷയത്തെ കാര്യമായി എടുക്കണമെന്ന് പറയുന്ന ആ പോരാട്ടങ്ങളെ നിവച്ച് ഗൗരവമായി കാണണ്ടെന്ന് പറയുന്ന ഒരു ദൈവപുത്രൻ ഈ പകൽ നമ്മുടെ മധ്യത്തിലുണ്ട്. അവൻ യായിറോസിന്റെ വീട്ടിൽ ചെന്നു ആവശ്യമില്ലാത്തവരെ പുറത്താക്കി ആവശ്യമുള്ളവരുമായി അകത്ത് കയറിയിട്ട് ആ കുഞ്ഞിന്റെ കൈക്ക് പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു. ബാലേ എഴുന്നേൽക്കുക. അവൾ എഴുന്നേറ്റിന്ന് സംസാരിക്കാൻ തുടങ്ങി. സ്തോത്രം. അവൻ അതുകൊണ്ട് ഇന്ന് പകൽ അവൻ നിയമങ്ങൾ നടക്കത്തില്ലെന്ന് പറയുന്നതും ലോകം പറയുന്നതും അവനൊന്നും നമ്മൾക്ക് ഇന്ന് പകൽ കാര്യമല്ല എന്ന് യേശുവിനെ കുറിച്ച് പറയുന്നതല്ല. സ്തോത്ര ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പകൽക്കാലം തിരിച്ചറിയണം. ആ മേഖലയിൽ ഓരോ പുത്രന്മാർ ഒരു നാളും വീണ്ടെടുപ്പ് സാധിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരുവൻ ഈ താണലോകത്തിൽ വന്ന് 2000 വർഷങ്ങൾക്ക് പുറകിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ല. ലോക ചരിത്രത്തിൽ ഒരുവനെ പറഞ്ഞുള്ളൂ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അത്തനായി യോബ് എന്താ പറഞ്ഞത്? ഒരു സ്തോത്രം വൃക്ഷമായിരുന്നാൽ അതിന് പോലും പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ എന്ത് ചെയ്യും? അല്പം വെള്ളത്തിന്റെ ഗന്ധമുണ്ടെങ്കിൽ അത് പൊട്ടിക്കിളർക്കും, അത് പുതിയ തളിയിടും. സ്തോത്രം. പക്ഷേ മനുഷ്യനോ ആ മേഖല മരിച്ചാൽ അവൻ ദ്രവിച്ചു പോകും. വൃക്ഷത്തെ വെട്ടിക്കളഞ്ഞാൽ അത് ദ്രവിച്ചു പോകത്തില്ല. വെള്ളത്തിന്റെ ഗന്ധമുണ്ടെങ്കിൽ അത് പൊട്ടിക്കിളർക്കും. പക്ഷെ മനുഷ്യനെ വെട്ടിയാൽ അവരെന്തെന്നേക്കുമായി ദ്രവിച്ചു പോകുന്നു. 14-ാം അധ്യായത്തിൽ യോബ് വീണ്ടും പറയുകയാ, അവൻ മനുഷ്യൻ മരിച്ചാൽ പിന്നെ അവൻ എവിടെ? അവന്റെ പ്രാണൻ എവിടെ? എന്താ ചോദ്യത്തിന് കൃത്യ ഉത്തരം കൊടുക്കാൻ ആ മേഖല മരണത്തെ ജയിച്ച് ആരുമില്ലാതിരിക്കുമ്പോൾ യോബിന്റെ കാലങ്ങൾക്കപ്പുറത്തുള്ള ചോദ്യത്തിന് മറുപടിയായി പാലസ്തീന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഒരുവൻ നസ്രയനാകുന്ന യേശു പറയുക, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞങ്ങളെ ഇന്ന് പകൽക്കാൽ ശ്രദ്ധിക്കുന്ന സകല ആളുകളോടും ഈ പകൽ ഞങ്ങൾ ഓർപ്പിക്കുന്നത്, അവൻ നിത്യ മരണമെന്ന നാശത്തിലേക്ക് പാപം ലോകജനതയെ കൊണ്ടെത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനെ നിത്യനാശത്തിൽ വീണ്ടെടുക്കാൻ ഇന്ന് മകൻ അവതാരം ചെയ്ത ഒരേ ഒരുവനേ ഉള്ളൂ. അത് സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനായ നസ്രയനാകുന്ന യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉറപ്പും ധൈര്യമായി പ്രഖ്യാപിക്കുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന്റെ ഇടയിൽ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ രക്ഷയ്ക്ക് വേറൊരു മാർഗവുമില്ല. സ്തോത്രം. പാപം മനുഷ്യനെ ശവക്കുഴിയിലേക്ക്,
അവന്റെ ശരീരത്തെ ശവക്കുഴിയിലേക്കും അവന്റെ ആത്മാവിനെ പാതാളത്തിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നസറേയനാകുന്ന യേശു ക്രിസ്തു മനുഷ്യനെ നിത്യജീവനിലേക്ക് കൈപിടിച്ചുയർത്തേണ്ടതിന് ഈ താണലോകത്തിൽ വന്നു. ഈ പ്രാർത്ഥനയോട് ഈ പകലിൽ നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. ഈ 49ാമത്തെ സങ്കീർത്തനം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. ആ ഹല്ലേലൂയ, നമ്മെ തളർത്താനുള്ള മനുഷ്യന്റെ വാക്ക് നമ്മൾ കേൾക്കരുത്. നമ്മെ ബലഹീനമാക്കുന്ന കൂട്ടുകാരുടെ വാക്കിന് ചെവി കൊടുക്കരുത്. നമ്മുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്ന വിഷാദ കയറിയവരുടെ ആലോചനകൾ കേട്ട് നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. ഒരു നാളും നടക്കത്തില്ലെന്ന് പറഞ്ഞതിന് എന്നേക്കും നടത്തിയ ഒരുവരെയാണ് നമ്മൾ ആരാധിക്കുന്നതെങ്കിൽ, അവനാണ് നമ്മളെ വീണ്ടെടുത്തതെങ്കിൽ, ഇന്ന് ഞാൻ നേരിടുന്ന സകല പ്രശ്നങ്ങളും അവ വിടുതലിലേക്ക് എത്തിക്കുവാൻ നടത്തിത്തരുവാൻ യേശു മതിയായ ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ കർത്താവിന് ഇന്ന് വരെ നമുക്ക് മഹത്വം കൊടുക്കാം. ഒരു നിമിഷം നമുക്ക് ചേർന്ന് നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് ഒരു നിമിഷം സ്തോത്രം ചെയ്താൽ ഓരോരുത്തരുള്ള പറയുക, സഹോദര ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന്റെ പ്രാണന് വീണ്ടെടുത്ത് വില കൊടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. അതൊരു നാളും സാധിക്കുകയില്ല. എന്നാൽ സ്വന്തം രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് നമുക്ക് നൽകി തന്ന കർത്താവ് ഇന്ന് പകരം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആ ഹല്ലേലൂയ. ഈ രക്ഷ നമ്മൾ കരസ്ഥമാക്കിയിരിക്കുമ്പോൾ, ഈ സന്തോഷം അനുഭവിക്കാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുമ്പോൾ അവരൊരു കാര്യം ഉറപ്പായി പറയാം: യേശു ക്രിസ്തുവിൽ കൂടെയാണ് നിത്യജീവൻ, യേശു ക്രിസ്തുവിൽ കൂടെയാണ് നിത്യമരണത്തിൽ നിന്നുള്ള രക്ഷ. ആ രക്ഷ കരസ്ഥമാക്കുവാൻ ഈ സന്ദേശത്തിൽ കൂടെ ഞങ്ങൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുമിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തരായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല പകൽക്കാലത്തിനാൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു നാള് കഴിയുകയില്ല എന്ന് പറഞ്ഞു കിടത്ത് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് ഞങ്ങൾക്ക് തന്ന അങ്ങയുടെ ഹല്ലേലൂയ ആ വലിയ കൃപയ്ക്കായി, സ്നേഹത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവിടുത്തെ പരമയാഗത്തെ ഒരിക്കൽ കൂടെ ധ്യാനിക്കുവാൻ ഒരു ദിവസം കൂടെ ദൈവം ഞങ്ങൾക്ക് ദാനമായി ശേഷിപ്പിച്ചതിനായി സ്തോത്രം. ഈ കൃപയിൽ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കവും പ്രത്യാശമുള്ളവരായി മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ഈ ജനത്തെ വളരെത്താൻ ദൈവാത്മാവോട് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വീണ്ടെടുത്ത ദൈവത്തിന്റെ പുത്രന് ഞങ്ങൾ നാമഹലെ 1000 സ്തോത്രം ഇന്ന് പകരാർപ്പിക്കുന്നു. പ്രാർത്ഥനയോട് കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.